ഹായ്, നമ്മൾ പണ്ട് മുതലേ 8ാം ക്ലാസ് 7ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം പോലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു സാധനമാണ് ഈ കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവചരിത്രം എന്ന സംഭവമുണ്ട്, ആസ്വാദനമുണ്ട്, അങ്ങനെ യാത്രാവിവരണമുണ്ട്, ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലിഖിതമായ ചെറിയ രൂപം, ആ ചെറിയ രൂപത്തിനാണ് കുറിപ്പ് തയ്യാറാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ജീവചരിത്ര കുറിപ്പാണ്. നമുക്ക് ജീവചരിത്ര കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കഥാകാരനെ പറ്റിയിട്ട്, ഒരു തകഴി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരനെ പറ്റിയിട്ടാണെങ്കിൽ തകഴിയുടെ ജനനം മരണം ഉണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, ഒരു 5ഓ 10ഓ വാചകങ്ങളിൽ തകഴിയെ പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വേണം. ജനനം വേണം, മരണം വേണം, ജനിച്ച സ്ഥലം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല, പ്രധാനപ്പെട്ട അവാർഡുകൾ. തകഴിയെ സംബന്ധിച്ച് ഒരുപാട് നോവലുകളും കഥകളൊക്കെ ഉണ്ട്, ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരാളാണ് തകഴി. പക്ഷെ അതൊന്നും ഉൾപ്പെടുത്താതെ ഒരു ചെറിയ പെട്ടെന്ന് നമുക്കൊരു കിട്ടാവുന്ന ചെറിയൊരു സംഭവത്തിനാണ് ഈ കുറിപ്പ് തയ്യാറാക്കുക, ജീവചരിത്ര കുറിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം അതുപോലെ തകഴിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ജനനം വേണം. ചിലവർ ഒറ്റയടിക്ക് 947 ജനിച്ച് 990 മരിച്ചു എന്നാണ് ഒറ്റയടിക്ക് അവസാനിപ്പിക്കും. അങ്ങനെയല്ലാതെ 947 ജനനം ഉണ്ടായത്. അത് ഏത് സാഹിത്യകാരനാണെങ്കിൽ ആ കൊല്ലം വെച്ചിട്ട് തുടങ്ങണം. അദ്ദേഹത്തിന് വല്ല വിളിപ്പേരുകൾ ഉണ്ടെങ്കിൽ അത് വേണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 1-2 പ്രധാനപ്പെട്ട കൃതികൾ, നോവലിൽ നിന്ന് 1-2 കഥ, കവിത, അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 1-2 കൃതികൾ. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ, ചിലപ്പോൾ പൊതു ആളുകൾക്ക് ഒരുപാട് അവാർഡ്, MT വാസുദേവൻ നായരെ പോലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് അവാർഡുകൾ കിട്ടും. അപ്പോൾ ജ്ഞാനപീഠം അവാർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഉൾപ്പെടുത്താം, പ്രധാനപ്പെട്ട കൃതികൾ ഉൾപ്പെടുത്താം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരാളുടെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ചെറിയ ലിഖിത രൂപങ്ങളെയാണ് കുറിപ്പുകൾ എന്ന് പറയുന്നത്. ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആളുടെ പേര് വേണം, വിശേഷണങ്ങൾ വേണം, കഥ വേണം, അദ്ദേഹത്തിൻ്റെ മേഖല വേണം, കിട്ടിയ അവാർഡുകൾ വേണം, അവസാനം അദ്ദേഹത്തിൻ്റെ മരണം കൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജീവചരിത്ര കുറിപ്പിലൂടെ തയ്യാറാക്കുന്നത്.